കൊറീസ് എന്ന സ്ഥാപനം കഴിഞ്ഞ ഒരു മാസത്തോളമായി അടച്ചുപൂട്ടിയിട്ട്. സ്ഥാപന മേധാവികൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങി. വയനാട്, മലപ്പുറം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന ബ്രാഞ്ചുകൾ അടച്ചുപൂട്ടി. വയനാട്ടിൽ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിലായിരുന്നു ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നത്. ആയിരക്കണക്കിന് ഇടപാടുകാർ ലക്ഷങ്ങളാണ് നിക്ഷേപിച്ചത്. 1 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവർ ഇടപാടുകാരിലുണ്ട്. പലരും നിക്ഷേപിച്ച തുക കൈപ്പറ്റാനായി എത്തിയപ്പോഴാണ് ബ്രാഞ്ച് അടച്ചുപൂട്ടിയത് അറിയുന്നത്. 5 ലക്ഷം പോയി. പിന്നെ അതില് 1 ലക്ഷത്തോളം അർപ്പിച്ചെടുക്കണം. അത് ഞാൻ കൂടിയിട്ട് ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടുള്ളത്. ആദ്യത്തിന് മുമ്പ് ഒരു ചിട്ടി ഉണ്ടായിരുന്നു, അത് കൂടിയാൽ കറക്റ്റായിരുന്നു. അതിന് ശേഷം രണ്ടാമത് കൂടി ചിട്ടിയാണ് ഇങ്ങനെ. ഞാനൊക്കെ ഇത് പാത്രം കഴുകിയ പൈസ ഡെയിലി 750 രൂപയാണ് എൻ്റെ അടുത്തൊക്കെ ഡെയിലി കളക്ഷൻ എടുത്തിട്ട് പോകുന്നത്. സീല് വെച്ചെന്നല്ലാണ്ട് ഇതിന് വേണ്ടി ഒരു നടപടി ഇന്ന് വരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവരിങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് കൂറുമാറുന്നത് പോലെ ഓരോ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇടപാടുകാരുടെ പാസ്ബുക്ക് ഉൾപ്പെടെ പരിശോധനയ്ക്കെന്ന വ്യാജേന ബ്രാഞ്ചിൽ വാങ്ങിവെച്ച ശേഷമാണ് സ്ഥാപനം അടച്ചുപൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയത്. പരാതി വർദ്ധിച്ചതോടെ സ്ഥാപനം പോലീസ് സീൽ ചെയ്തു. വയനാട്ടിൽ മാത്രം 300-ലേറെ പേരാണ് ഇതിനോടകം പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇടപാടുകാർ. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ഈ മാസം 17-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, വയനാട്.